നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് അഭിമാനമായി മാറി ജീവകാരുണ്യ പ്രവർത്തകനായ നാസ് വക്കം. കോവിഡ് കാലത്തെ സേവന പ്രവർത്തനങ്ങൾക്കാണ് സാമൂഹ്യ പ്രവർത്തകനും ലോക കേരള സഭ അംഗവുമായ നാസ് വക്കം എന്ന മനുഷ്യ സ്നേഹിയെ സൗദി ആരോഗ്യ മേഖല കോവിഡ് ക്ലസ്റ്റർ സെൽ അഭിനന്ദിച്ചത്. കിഴക്കൻ പ്രവിശ്യ കോവിഡ് ക്ലസ്റ്റർ സെല്ലിന്റെ തലവൻ അബ്ദുൽ അസീസ് അൽ ഖാംദിയുടെ ഒപ്പോട് കൂടിയ സർട്ടിഫിക്കറ്റ് കിഴക്കൻ പ്രവിശ്യയിലെ മോർച്ചറി വിഭാഗം തലവൻ ഫഹദ് അൽ ഹാരിസ് നാസിന് സമ്മാനിച്ചു. കോവിഡിനെ ഭയന്ന് ആരും പുറത്തിറങ്ങാതിരുന്ന സമയം ജാതി മത വർഗ ലിംഗ വ്യത്യാസമില്ലാതെ ദിവസവും 20-30 മൃതദേഹങ്ങളാണ് മാറ്റിയിരുന്നത്. മോർച്ചറിയുടെ കീഴിലുള്ള 96 സ്റ്റോറേജുകളിൽ പകുതി കോവിഡിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ രോഗം ബാധിച്ച് മരിച്ചവർക്കായി മാറ്റിവെച്ചിരുന്നു. ഇതിനായി ഇതിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ പ്രവിശ്യയിലെ വിവിധ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് നാസ് വക്കമാണ്. നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യക്കാർക്ക് വേണ്ടിയും ഈ കാലത്ത് നാസ് പ്രവർത്തിച്ചിരുന്നു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തന്റെ 17-ാം വയസ്സിൽ താഴെത്തട്ടിൽ നിന്നും പ്രവാസ ജീവിതം ആരംഭിച്ച നാസ് ഇതിനോടകം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുമാണ് നേതൃത്വം നൽകിയത്. 3.5 പതിറ്റാണ്ട് കാലം ദമാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാസിന്റെ ജീവകാരുണ്യ മേഖല അതിവിപുലമാണ്. ഈ കാലയളവിനകത്ത് ആയിരക്കണക്കിന് പ്രവാസികളുടെ മൃതദേഹങ്ങളാണ് നാസ് വക്കം എന്ന മനുഷ്യ സ്നേഹിയുടെ കൈകളിലൂടെ മറവ് ചെയ്യപ്പെട്ടത്. ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ളവർക്ക് ഇദ്ദേഹത്തിന്റെ സേവനം ലഭിച്ചിരിക്കുന്നു. മതിയായ രേഖകളില്ലാത്ത നിരവധി പേർ ഇദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ എക്സിറ്റ് അടിച്ചു നാടണഞ്ഞു. നാസിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ അധികാരികളും പൂർണ്ണ പിന്തുണയേകി നാസിനൊപ്പമുണ്ട്. ഏറെ കുരുക്കുപിടിച്ച പല കേസുകളും റിയാദിലെ ഇന്ത്യൻ എംബസിയിലെത്തിയാൽ അത് നേരെ ദമാമിലേക്ക് അയക്കുകയും ശേഷം നാസ് വക്കത്തിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. പ്രവാസികൾക്കിടയിൽ മയ്യത്തുകളുടെ മിത്രം എന്നാണ് നാസ് അറിയപ്പെടുന്നത്. പലരും തമാശ രൂപേണ അങ്ങനെ വിളിക്കുമ്പോഴും അതിൽ പരിഭവമൊന്നുമില്ലാതെ തന്റെ കർമ്മം ഭംഗിയായി നിർവഹിക്കുകയാണ് നാസ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.